ഇന്നും ഞങ്ങൾക്ക് ഒരു ഭക്ഷണം കിട്ടിയിട്ടില്ല. ഇന്നലെയൊക്കെ കിട്ടി, ഇന്നലെ വരെയും കിട്ടി, ഞങ്ങൾ ഇല്ല പറയില്ല. ഇന്നലെ വരെ ഇഷ്ടം പോലെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് വന്ന് ഇവിടെ നോക്കിയപ്പോ ഭക്ഷണം ഇല്ല. അപ്പൊ ഞങ്ങൾ എന്താ കാട്ടുക പറയും? ഇവിടെ നിന്നും മാറിയിട്ടില്ല, ഞങ്ങൾ മാറിയിട്ടേ ഇല്ല. ഞങ്ങളൊക്കെ ഇവിടെ തന്നെ ക്യാമ്പിൽ പറഞ്ഞ ഇഷ്ടംപോലെ ആൾക്കാരാ. അവിടെ പോയി നിന്നിട്ട് ഇപ്പൊ എന്താ കാര്യം? നമുക്ക് എന്താ ഒന്നും വേണ്ട. ഞങ്ങൾക്ക് ഒരു അരി കിട്ടിയാൽ മതി, എന്തെങ്കിലും ഒരു ഭക്ഷണം കിട്ടിയാൽ മതി. വേറെ ഒരു സാധനം വേണ്ട. ഞങ്ങൾക്ക് ഒരു വയറ് കൊണ്ട് നിറഞ്ഞാൽ മതി, അത്രേ ഉള്ളൂ. എപ്പോ പണിക്ക് പോകാൻ പറ്റും ഞങ്ങൾക്ക് അറിയില്ല. പണി എപ്പോ കിട്ടും ഞങ്ങൾക്ക് അറിയാം. ഞങ്ങളെ മക്കളെ പോറ്റണ്ടേ? ഇവിടുന്ന് എന്തെങ്കിലും കിട്ടിയാലേ നമുക്ക് കഴിയാൻ പറ്റുള്ളൂ. ഇവരിങ്ങനെ തോന്നിയ പോലെ ചെയ്യാ. ഞാൻ പറഞ്ഞത് എന്താ അറിയാം, നമുക്ക് വരുന്ന ഞങ്ങൾ ആരും ക്യാമ്പിൽ ആരും പോയിട്ടില്ല. ഞങ്ങൾ ആരും ഇവിടെ ക്യാമ്പ് പോയിട്ടില്ല. ഞങ്ങളെ വീട്ടിൽ ഇല്ല 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 എത്തിക്കില്ല. ഇവിടെ എത്തിക്കേണ്ടത് ഇളവല്ലിക്കപ്പ എന്താ? ഇളവല്ലിക്കാർ ഇങ്ങോട്ട് വിടുന്നില്ല. അവിടെ ഉള്ളവർക്ക് മാത്രം അങ്ങോട്ട് കൊടുത്തിട്ട് പറഞ്ഞു വിടുകയാണ്. അപ്പൊ ഞങ്ങളൊക്കെ എന്ത് കാട്ടു? ഞങ്ങളൊക്കെ മണ്ണുവാരി തിന്നാൻ പറ്റുമോ? ഇവരൊക്കെ ചിന്തിക്കണ്ടേ? എത്രത്തോളം കുടുംബങ്ങളുണ്ട് ചേച്ചി? എത്ര കുടുംബങ്ങളുണ്ട് ഇവിടെ? 3 കുടുംബം ഒരു വീട്ടിൽ താമസിക്കാം. ഞങ്ങൾ എവിടെയും പോയിട്ടില്ല. ഞങ്ങൾ ഇവിടെ തന്നെയാണ്. പക്ഷെ ഞങ്ങൾ എവിടെ ഈ ഉരുള് പൊട്ടില്ല, എങ്ങോട്ടും പോകാനും പറ്റില്ല. ഇവിടെ തന്നെ ഇനിയിപ്പോ അവിടെ ഒരു കുട്ടിയും മക്കളെയൊക്കെ വലിച്ചിട്ട് പോയി ക്യാമ്പിൽ എടുക്കാൻ പറ്റുമോ? രാവിലെ ഇവിടുന്ന് പോകുമ്പോൾ കുറച്ച് ഭക്ഷണം കഴിച്ചിട്ടാണ് പോയത്. പിന്നെ നമ്മൾ ഇവിടെ ഉള്ള ആൾ തന്നെയാണ്. അപ്പോൾ നമുക്ക് കുറേ ടീം ഇന്നലെ മുന്നാന്നൊക്കെ നമ്മൾ ഭക്ഷണം കൊണ്ട് കൊടുക്കുന്നത്. അവരിപ്പോൾ ഇന്നിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നത് ഫുഡിന് വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഇവരെ നമ്മൾ വേറെ ടീം കൊടുക്കുന്നുണ്ട്. അതുവരെ മേപ്പാടിച്ചിട്ട് ഇവർ തടഞ്ഞു, ഉദ്യോഗസ്ഥർ തടഞ്ഞു. ഇപ്പം അവർ വിളിച്ചുകൊണ്ടിരിക്കുന്നത് ഫുഡില്ല വെള്ളമില്ല. വെള്ളം ഒന്നും കിട്ടിയതേ ഇല്ല. നമ്മളിത് ഇവിടുന്ന് എടുത്തുകൊണ്ട് കൊടുക്കാനാ. നമുക്ക് വേണ്ടി സഹായിക്കാൻ വന്നവരാണ് അവരെ പട്ടിണി കിട്ടത്. ഇന്നലെ വരെ എല്ലാം ഇതായത്. ഇവിടെ കുറച്ച് ഉദ്യോഗസ്ഥന്മാർ ഇവരൊക്കെ പാടെ ഇവരുടെ മാത്രം കൊടുത്താൽ ഇവരൊരു 10,000-2,000 പേർക്കുള്ള ഫുഡ് ഉണ്ടാക്കും. ഇവിടെ എത്രങ്ങാനും പേരുണ്ട്. ഇവിടെ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ കൃത്യമായി ഭക്ഷണം കിട്ടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നിപ്പം സന്നദ്ധ പ്രവർത്തകർ വലിയ രീതിയിൽ അവരുടെ പരാതി ഉന്നയിക്കുന്നുണ്ട്. അവർ സ്വയം സേവനത്തിന് വന്നവരാണ്, എങ്കിൽ പോലും അവർക്ക് ഭക്ഷണം എത്തിച്ച് നൽകേണ്ടതുണ്ട്. പക്ഷേ സാധിക്കാതെ പോകും. പരാതിയുണ്ട്. എല്ലാ ആളുകളും ഇങ്ങനെ നമ്മളോട് വന്ന് പരാതി പറയുന്നു. അത് നമ്മൾ അതിൻ്റെ അതേ ഗൗരവത്തിൽ തന്നെയാണ് ആ പരാതി ഉൾക്കൊള്ളുന്നത്. നമുക്ക് ചില പൊതു കിച്ചണിലേക്ക് ഈ സിസ്റ്റത്തെ മാറ്റി അവിടെ നിന്ന് കൊടുക്കുമെന്നുള്ളൊരു തീരുമാനമുണ്ട്. പക്ഷേ അത് പൂർണ്ണമായി എത്തിയിട്ടില്ല എന്നുള്ളതാണ് ഇവർ എന്തായാലും പരിശോധിക്കും. കാരണം ഇത് രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി വന്നവരാണ്. രക്ഷാപ്രവർത്തനത്തിൽ വന്ന ആളുകൾക്ക് ഭക്ഷണം കിട്ടിയില്ല എന്ന് പറയുന്നത് ഒരു കാരണവശാലും ന്യായീകരിക്കാൻ പറ്റില്ല. പക്ഷേ ഇതിൻ്റെയൊക്കെ പ്രശ്നം രക്ഷാപ്രവർത്തനം നേരത്തെ നിർത്തേണ്ട അവസ്ഥ വന്നാൽ ഇതിൻ്റെ നഷ്ടം ഇത് ഉത്തരവിട്ട ആളുകൾക്കല്ല, ഈ മുണ്ടക്കയിലും ചൂരൽമലയിലും പാവപ്പെട്ടവർക്ക്. അവരെ ബാക്കിയുള്ള ആളുകളാണ് മണ്ണിൻ്റെ അടിയിൽ. അതെടുക്കാൻ വന്നവരാണ് ഇവർ നേരത്തെ ഭക്ഷണത്തിൻ്റെ പേരിലോ മറ്റെന്തിൻ്റെ പേരിലോ വെള്ളത്തിൻ്റെ പേരിൽ ഇവർ നിർത്തിപ്പോയാൽ അവരിനിയും കാത്തിരിക്കുക. ആ ഒരു സെൻസ് ഈ ഉത്തരവിട്ട ആളുകളുടെ ഭാഗത്ത് ഉണ്ടാവണം എന്നുള്ള ഒരു കോമൺ സെൻസിൻ്റെ തീരുമാനം എടുത്താൽ മതി. എംഎൽഎ പറഞ്ഞതുപോലെ തന്നെ അത് എളുപ്പത്തിൽ പരിഹരിക്കപ്പെടേണ്ട വിഷയമാണ്. പക്ഷേ മന്ത്രി കെ രാജൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പൂർണ്ണാർത്ഥത്തിൽ ആളുകളിലേക്ക് ഭക്ഷണം എത്തിയിട്ടില്ല എന്നുള്ളതൊരു വസ്തുത കൂടി നിലനിൽക്കുന്നുണ്ട്. പക്ഷേ അതെങ്ങനെ പരിഹരിക്കുമെന്നുള്ള ചോദ്യമാണ്. ആ പരിഹാരം കണ്ടെത്തേണ്ടത് ഉദ്യോഗസ്ഥ തലത്തിലുള്ള ചർച്ചകളുടെ കൂടി ഭാഗമായാണ്. അത്തരം ചർച്ചകളിലേക്ക് അടിയന്തരമായി പോകണം. ഇപ്പം നിങ്ങൾ ഏത് മേഖലയിലുണ്ടായിരുന്നത്? ഞങ്ങൾ രാവിലെ തൊട്ട് വന്നതാ. ഈ മുകളിൽ കയറിയതിന്റെ ശേഷം തുള്ളി വെള്ളം പോലും കിട്ടാനില്ല, ഭക്ഷണമില്ല. ഒരു ബിസ്ക്കറ്റ് കൊണ്ടുപോകാൻ പറഞ്ഞപ്പോൾ ബ്ലോക്ക് ചെയ്ത് വെക്കുക ചെയ്തത്. ഇത്രയും ആളുകൾ കയറി റെസ്ക്യൂ ഓപ്പറേഷനിൽ അവിടെ കയറിയിട്ട് ആ ആളുകൾ മുഴുവൻ തിരിച്ചിറക്കേണ്ടി വന്നേ. കാരണം ഭക്ഷണമില്ലല്ലോ, ഭക്ഷണമില്ല, വെള്ളമില്ല, ഒന്നുമില്ല. ഒരാൾ കയറി പണിയെടുക്കാൻ കയറിയതാണ്. ആ ആളുകൾ മുഴുവൻ ഞാൻ വന്നിട്ട് ഇന്ന് 4ാമത്തെ ദിവസമാണ്. ഇന്നലെ വരെ ഫുഡ് കാര്യങ്ങൾ നമ്മൾ ഭക്ഷണം കഴിക്കാനുള്ളത് അതുകൊണ്ടല്ല, നമുക്ക് അവിടെ നീച്ച് നടക്കണ്ടേ, അതിന് വേണ്ടിയിട്ടാണ്. ഇന്നലെ വരെ കിട്ടിയിരുന്നു. ഇന്നിപ്പോൾ അവിടെ ആ പള്ളിയിൽ പോയപ്പോൾ പറഞ്ഞു ഇവിടെ ഉണ്ടാവും പറഞ്ഞു. കൺട്രോൾ റൂമിൽ വന്നപ്പോൾ പറഞ്ഞു ഇല്ല. ഒരു വണ്ടി വന്നു, അതിൽ ഫുഡുണ്ട്. അവർ പറഞ്ഞു ഞങ്ങൾക്ക് ഇവിടെ അല്ല കൊടുക്കാനുള്ളത്, ക്രിസ്ത്യൻ പള്ളീൻ്റെ മേലെയാണ്. അവിടെ ആരാ ഉള്ളത്? എല്ലാ ടീമും ഇറങ്ങി പോന്നു. 30-50 ആൾക്കാർ ഇറങ്ങി വരുന്നത്. ഇന്നലെ ഒന്നും 5:30 മണിക്കാണ് നമ്മൾ പോണത്.